പ്രിയ സുഹൃത്തുക്കളെ, ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പ് എത്തിയിട്ടുള്ളത് ഒരു സന്തോഷം പങ്കുവെക്കാനാണ്. എന്തെന്ന് വെച്ചാൽ ഉരുളുപൊട്ടി ഏകദേശം ഒരു 8-9 മാസങ്ങൾക്ക് ശേഷം ഇതാ നമ്മുടെ പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് ആരംഭം കുറിക്കുകയാണ്. ഇന്ന് നമ്മുടെ വീടുകൾക്ക് ടൗൺഷിപ്പിന് തറക്കല്ലിടാൻ നമ്മുടെ പിണറായി വിജയനും മറ്റു മന്ത്രിമാരും എല്ലാം കൽപ്പറ്റയിൽ എത്തിയിട്ടുണ്ട്. ഞങ്ങൾക്കുള്ള ഈ ടൗൺഷിപ്പ് നിർമ്മിക്കാൻ പോകുന്നത് കൽപ്പറ്റ ബൈപ്പാസ് റോഡിന് സമീപത്തുള്ള എൽസ്റ്റൺ എസ്റ്റേറ്റിൻ്റെ ഉൾവശങ്ങളിലാണ്. ഞങ്ങൾക്ക് വേണ്ടി നിർമ്മിക്കാൻ പോകുന്ന ഈ ടൗൺഷിപ്പ് എത്രയും പെട്ടെന്ന് നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ കഴിഞ്ഞ് താമസയോഗ്യമാവുന്ന രീതിയിൽ മുന്നോട്ട് പോകട്ടെ എന്നാണ് ഇപ്പോഴത്തെ ഞങ്ങളുടെ പ്രാർത്ഥന. ദുരന്തം സംഭവിച്ച് ഏതാനും മാസങ്ങൾക്ക് ശേഷമൊക്കെ നമ്മുടെ പുനരധിവാസം ടൗൺഷിപ്പ് 2 ഇടങ്ങളിലായിട്ടാണ് നിർമ്മിക്കുക എന്നൊക്കെയാണ് സർക്കാരും മറ്റു സ്ഥാപനങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്തോ ചില കാരണങ്ങൾ കൊണ്ട് ഇപ്പോൾ നെടുമ്പാല എന്ന പ്രദേശം ഒഴിവാക്കി ഇപ്പോൾ കൽപ്പറ്റയിൽ മാത്രമായിട്ടാണ് പുനരധിവാസം നടപ്പിലാക്കാൻ പോകുന്നത്. ടൗൺഷിപ്പ് കൽപ്പറ്റ ആയതുകൊണ്ട് തന്നെ ഏറെ സൗകര്യപ്രദമായ ഒരു സ്ഥലത്താണ് നിലവിൽ സ്ഥാപിക്കുന്നത്. അവിടെ ഹോസ്പിറ്റലായാലും സ്കൂളായാലും മറ്റു സ്ഥാപനങ്ങളായാലും എല്ലാം വളരെ അടുത്താണ്. എന്നിരുന്നാലും ചില പ്രയാസങ്ങൾ ദുരന്തബാധിതരെന്ന നിലയിൽ ഞങ്ങൾക്ക് പങ്കുവെക്കാനുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ മുണ്ടക്കൈ എന്നത് ഒരു കാർഷിക മേഖലയായിരുന്നു. ഏറെ കാർഷിക പ്രവർത്തനങ്ങളുമായി ചുറ്റപ്പെട്ട തേയില, ഏലം, കാപ്പി, കുരുമുളക് അങ്ങനെയുള്ള എല്ലാവിധ കാർഷിക പ്രവർത്തനങ്ങളുമായിട്ടാണ് നമ്മളെല്ലാവരും മുന്നോട്ട് പോയിരുന്നത്. ഒരു 90% ആൾക്കാരും കൃഷിയുമായിട്ടുള്ള മേഖലകളിലാണ് അതിജീവനം കണ്ടെത്തിയിരുന്നത്. അതുപോലെ ഒരു 10% ആൾക്കാർ റിസോർട്ടും പിന്നെ കുറഞ്ഞ ആൾക്കാർ വിദേശത്തും അങ്ങനെയൊക്കെ ആയിരുന്നു മുന്നോട്ട് പോയിട്ടുള്ളത്. എന്നാൽ ഇപ്പോൾ നിലവിൽ കൽപ്പറ്റയിൽ സമീപത്തുള്ള കടകളിലും മറ്റു സ്ഥാപനങ്ങളിലൊക്കെ ജോലിക്ക് പോകാൻ കഴിയുമെങ്കിലും കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ആൾക്കാർക്ക് ഒരു പ്രയാസം അനുഭവിക്കുന്നുണ്ട്. കാരണം ഇപ്പോൾ നിലവിൽ മുണ്ടക്കായി, ചൂരൽമല, അട്ടമല പ്രദേശത്തെ തേയിലത്തോട്ടങ്ങളിലൊക്കെ ജോലി ചെയ്യുന്നവർ അല്ലെങ്കിൽ ഏലത്തോട്ടങ്ങളിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് എന്നും രാവിലെ അങ്ങോട്ട് ആ തൊഴിൽ സ്ഥലങ്ങളിലേക്ക് പോയി വരവ് ഒരു പ്രയാസമായിട്ടുള്ള ഒരു സാഹചര്യത്തിലാണ് നിലവിലുള്ളത്. കാരണം ജീപ്പായാലും ബസ്സായാലും ഒക്കെ കയറി അതിൻ്റെ എക്സ്പെൻസൊക്കെ ഒരുപാട് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നെടുമ്പാലയിലായിരുന്നെങ്കിൽ കുറച്ചുകൂടി ഒരു സന്തോഷം കിട്ടിയേനെ. അതൊരു പ്രയാസമായി മനസ്സിലുണ്ടെങ്കിലും നമുക്കൊരു വീട് കിട്ടുക എന്നുള്ളൊരു സ്വപ്നമാണ് നമ്മുടെ മുമ്പിലുള്ളത്. അതിനനുസരിച്ചുള്ള തൊഴിൽ സാഹചര്യങ്ങൾ ഇനി പുതുതായി കണ്ടെത്തേണ്ടി വരും. അതൊക്കെ ഒരു പ്രയാസമാണ്. എന്നാലും നമുക്ക് വീട് കിട്ടിയാൽ ഏറെക്കുറെ എല്ലാവരും ഹാപ്പിയാവും. പിന്നെ നഷ്ടപ്പെട്ടതൊന്നും നമുക്ക് തിരിച്ചു കിട്ടാൻ പോകുന്നില്ല. അത് ജീവിതമായാലും ജീവനായാലും എല്ലാം അത് പോയത് തന്നെയാണ്. അപ്പോൾ അതോർത്ത് ദുഃഖിച്ചിരിക്കുന്നതും ഇല്ല. അത്തരത്തിൽ ദുഃഖിച്ചിരുന്നിട്ട് കാര്യമില്ല. നമ്മൾ ഇനി വരാൻ പോകുന്ന ജീവിതത്തെക്കുറിച്ച് ഓർത്ത് അതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് നമ്മളിനി മുന്നോട്ടുള്ള ഒരു ജീവിതം. ഏറെ പ്രയാസങ്ങളും പ്രതിസന്ധികളും നിറഞ്ഞ ഈ ജീവിതം ഇന്നലെ വരെ കഴിഞ്ഞു പോയ എല്ലാ പ്രയാസങ്ങളും മറന്ന് ഈ ഗവൺമെൻറ്റിൻ്റെ പക്കൽ നിന്നുള്ള അല്ലെങ്കിൽ മറ്റു സംഘടനകളുടെ കൈകളിൽ നിന്നുള്ള വീടുകളും മറ്റു സഹായങ്ങളും എല്ലാം മേടിച്ച് നമ്മൾ മുന്നേറുകയാണ്. ആരും തളർന്ന് ഇരിക്കുന്നില്ല. ജോലിക്കായാലും അവർ പഴയൊരു ജീവിതത്തിലേക്ക് മുന്നോട്ട് പോവുകയാണ്. ഇതിനിടയിൽ പ്രയാസപ്പെടുന്ന ഒരുപാട് അപകടങ്ങളൊക്കെ പറ്റിയ ആളുകളുണ്ട്. നമ്മളിപ്പോൾ ഈ കാണുന്ന ഈ ഒരു പ്ലാനാണ് നമ്മുടെ വീടിൻ്റെ. ഇതൊരു 2 ബെഡ്റൂമും സിറ്റ് ഔട്ട് പിന്നെ വരുന്നത് കിച്ചൺ ഒക്കെയാണ്. എന്തായാലും ഇതിൻ്റെ പ്രവർത്തനമൊക്കെ എത്രയും പെട്ടെന്ന് പൂർത്തിയായി ഇതിൽ താമസിക്കാനുള്ളൊരു യോഗം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്നാണ് ഇപ്പോൾ പ്രാർത്ഥന. ഏറെ ചെറിയൊരു കുടുംബത്തിനൊക്കെ സുഖകരമായി ജീവിക്കാൻ പറ്റുന്നൊരു സാഹചര്യമാണ് ഗവൺമെൻറ് ഒരുക്കിയിട്ടുള്ളത്.